നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഫലോദയം വരെ അഥവാ ഫലം കാണുന്നത് വരെ കർമ്മം ചെയ്യാൻ ഒരാൾക്ക് അവശ്യമുണ്ടാകേണ്ട 2 ഗുണവിശേഷങ്ങളുണ്ട്. അവ ക്ഷമയും ഉത്സാഹവുമാണ്. ഭഗവത്ഗീത ഈ ഗുണങ്ങളെ ധൃതി, ഉത്സാഹം എന്നിങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സാത്വികനായ പ്രവർത്തകൻ ധൃത്യുത്സാഹ സമന്വിതനായിരിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ലക്ഷ്യത്തിലെത്താൻ ഉത്സാഹത്തോടെ ഇറങ്ങിത്തിരിക്കണം. വിഘ്നങ്ങൾ വരുമ്പോൾ ക്ഷമയോടെ നേരിടണം. ഇങ്ങനെയുള്ളവരാണ് ഉത്തമരായ പ്രവർത്തകർ എന്ന് ഭർതൃഹരി പറയുന്നു. വിഘ്നങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് സഫലതയ്ക്കായി പ്രവർത്തിക്കാൻ പോലും തയ്യാറാകാത്ത കൂട്ടർ നികൃഷ്ടർ. പ്രവർത്തനം ആരംഭിച്ച് വിഘ്നങ്ങൾ വരുമ്പോൾ പിന്തിരിയുന്നവർ മധ്യമർ. വിഘ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നാലും തുടങ്ങിയതിൽ നിന്ന് പിന്തിരിയാത്തവർ അഥവാ ഫലോദയം വരെ കർമ്മം ചെയ്യുന്നവർ ഉത്തമർ എന്നിങ്ങനെയാണ് ഭർതൃഹരി വിഭജിച്ചിരിക്കുന്നത്. കസ്യ ത്വം കഃ കൂത ആയാതഃ കസ്യ ത്വം കഃ കൂത ആയാതഃ തത്വം ചിന്തയ യദിദം ഭ്രാതഃ തത്വം ചിന്തയ യദിദം ഭ്രാതഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ഭജഗോവിന്ദം കൃതിയുടെ മറ്റൊരു പേരാണ് മോഹമുദ്ഗരം. അഗ്രത്തിൽ നിറയെ കൂർത്ത ആണികളും മറ്റുമുള്ള ഇരുമ്പുലക്കയാണ് മുദ്ഗരം. യുദ്ധത്തിൽ ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കുന്നതാണ് മുദ്ഗരം. അതുപോലെ മോഹത്തെ തകർത്ത് കളയുന്നതാണ് മോഹമുദ്ഗരം. മമതാബന്ധത്തെ തകർത്ത് നീ ആര്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചിന്തിക്കാൻ ഉപദേശിക്കുന്ന 4ാമത്തെ ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ കൃതിയിൽ 4ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത്. ഭജഗോവിന്ദം എന്ന് ആരംഭിക്കുന്നത് കൊണ്ടാണ് ഈ കൃതിക്ക് അങ്ങനെയൊരു പേര് പരക്കെ പറഞ്ഞു വരുന്നത്. ഇതിന് മോഹമുദ്ഗരം എന്ന് മൊത്തം പേരുണ്ട്. മൊത്തം പേരെന്ന് പറയാൻ കാരണം ഇതിൽ 2 ഭാഗങ്ങളാണ്, ദ്വാദശ മഞ്ജരികയും ചതുർദശ മഞ്ജരികയും. ചതുർദശ മഞ്ജരികയ്ക്ക് തന്നെ ചർപ്പട മഞ്ജരിക എന്നും പേരുണ്ട്. ചർപ്പടം എന്ന് പറഞ്ഞാൽ വഴിയോരത്ത് കിടക്കുന്ന കീറത്തുണികളാണ്. വഴിയോരത്ത് തന്നെ കിടക്കണമെന്നില്ല, കീറത്തുണി എന്നേ അർത്ഥമുള്ളൂ. ഇപ്പം കീറത്തുണികൾ
ധരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബാഹ്യമായിരിക്കുന്ന ശരീര സംസ്കാരത്തിലോ അല്ലെങ്കിൽ ആഡംബരത്തിലൊന്നും ചിന്തയില്ലാതെ വന്നു ചേർന്നതുകൊണ്ട് സന്തോഷമായി ജീവിക്കുന്ന ഒരു യതിയുടെ ചിത്രം വരച്ച് കാണിക്കുന്ന ഭാഗമായതുകൊണ്ട് അതിന് ചർപ്പട പഞ്ചരിക എന്നും പേര് വന്നു. വാസ്തവത്തിൽ ഈ രണ്ട് ഭാഗങ്ങളും ചേർന്നതാണ് ഭജഗോവിന്ദെന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രസിദ്ധമായ പേര് മോഹമുദ്ഗരം എന്നാണ്. മോഹത്തിന് മുദ്ഗരമായത്. മുദ്ഗരം ആയുധവിശേഷമാണല്ലോ. ലോഹം കൊണ്ടുണ്ടാക്കിയ കൂർത്ത അനേക മുള്ളുകൾ അറ്റത്തുള്ള വലിയ ഭാരിച്ച ദണ്ഡമാണ്. യുദ്ധത്തിന് വിനിയോഗിക്കുന്ന അതുകൊണ്ട് അടി കിട്ടിയാൽ ചത്തുപോയത് തന്നെ. ഇതുപോലെ മോഹം മഹാമോഹത്തെ നശിപ്പിക്കുന്ന മുദ്ഗരമാണിത്. മോഹത്തെ നശിപ്പിക്കുന്നതിനുള്ള സൂക്ഷ്മ വിചാരത്തിലേക്കാണ് നമ്മളെ 4-ാം ശ്ലോകം ആനയിക്കുന്നത്. മോഹഗ്രസ്തരായിട്ടാണല്ലോ ഈ സംസാരത്തിൽ നമ്മൾ ഉഴറുന്നത്. ആര് ഞാനെന്നറിയാതെ, എന്ത് ഗ്രാഹ്യം എന്ത് ത്യാജ്യമെന്നറിയാതെ ഉഴറുന്ന മുഗ്ധാവസ്ഥ. ആ മോഹത്തെ നശിപ്പിക്കുന്നതിനുള്ള ചില വിചാര പ്രക്രിയകളാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, കാത്തേ കാന്ത, കസ്തേ പുത്ര, അയം സംസാര അതീവ വിചിത്ര, കസ്യത്വം കഹത്വം കുതഃ യദിദം തത്വം ചിന്തയ ഭ്രാത. ഹേ ഭ്രാത, അല്ലയോ സഹോദര. നമ്മളെ വിളിക്കുകയാണ്. സഹോദര എന്നുള്ള വിളി വളരെ സ്നേഹത്തോടു കൂടിയാണ്. ഗുരുനാഥനാണ് വിളിക്കുന്നത്. എങ്കിൽ തന്നെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മിൽ സൂക്ഷ്മമായ വിചാരം ജനിപ്പിക്കുന്നതിനുള്ള പ്രേമപൂർണമായ സംബോധനയാണ് ഭ്രാതഃ. ഇതം തത്വം യത് തത് ചിന്തയ. ഈ തത്വം യാതൊന്നാണോ അത് ചിന്തിക്കൂ നീ. ഇവിടെ പാഠഭേദമുണ്ട്. തത്വം ചിന്തയ തദിഹ ഭ്രാതഃ എന്ന്. അല്ലയോ സഹോദര, ഇവിടെ നീ വന്നുവല്ലോ ഈ മനുഷ്യലോകത്തിൽ വിവേകശാലിയായിട്ട്. അളവറ്റ കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്താനുള്ള ധിഷണാ വൈഭവത്തോടു കൂടിയിട്ട് നീ ഇവിടെ മനുഷ്യനായി ജനിച്ചല്ലോ. ആണ് ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഈ തത്വം നീ ചിന്തിക്കൂ. എന്താ ചിന്തിക്കേണ്ടത്? കാത്തേ കാന്ത. ആരാണ് നിൻ്റെ കാന്ത? കാന്ത എന്നുള്ളതിന് പത്നി എന്ന് സാമാന്യാർത്ഥം എടുക്കാം. നിൻ്റെ പത്നി ആരാണ്? ഇതെൻ്റെ പത്നിയാണ്, ഇതെൻ്റെ പതിയാണ് എന്നിത്യാദി വ്യവഹാരത്തിലാണ്, അതുതന്നെ താതാത്മ്യപ്പെട്ടാണ് നീ കഴിയുന്നത്. ഒരു നിമിഷം ചിന്തിക്കാനാണ് പറയുന്നത്. ആരാണ് നിൻ്റെ പത്നി? ഈ സ്ഥൂല ശരീരമാണോ? അല്ല അതിനപ്പുറത്ത് എന്തെങ്കിലുമാണോ? ഇനി എൻ്റെ പത്നി എൻ്റെ പതി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അത് വ്യാവഹാരികമായി ധാർമ്മികമായ തലത്തിൽ ശരിയാണ്, അല്ലെന്ന് പറയുന്നില്ല. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് ധർമ്മം അനിവാര്യമാണ്. ധർമ്മമാണ് പ്രപഞ്ച വ്യവസ്ഥ. ആ തലത്തിൽ പതി പത്നി തുടങ്ങിയ എല്ലാ ബന്ധങ്ങളുമുണ്ട്. അതിനെയെല്ലാം നമ്മൾ മാനിക്കുകയും വേണം. എന്നാൽ അതേ സമയത്ത് അതല്ല പാരമാർത്ഥികമെന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടാവേണ്ടതാണ്. ആരാണ് നിൻ്റെ പത്നി? ഒരു കടലാസിൽ ഒപ്പിട്ട സമയത്ത് അതെൻ്റെ പത്നിയായി. മറ്റൊരു കടലാസിൽ ഒപ്പിട്ട സമയത്ത് അതെൻ്റെ മുൻ പത്നിയായി. ആദ്യം ഒപ്പിട്ടത് വിവാഹത്തിൻ്റെ കരാറാണ്. രണ്ടാമത് ഒപ്പിട്ടതോ വിവാഹമോചനത്തിൻ്റെ കരാറാണ്. രണ്ടും കടലാസുകൾ മാത്രം. അതിലിട്ടതോ കയ്യൊപ്പ് മാത്രം. പക്ഷെ ഒരു കയ്യൊപ്പ് വീണപ്പോഴത്തേക്ക് ഒരാൾ എൻ്റെ പത്നിയായി, മറ്റൊരു കയ്യൊപ്പ് വീണപ്പോഴത്തേക്ക് അയാൾ മുൻ പത്നിയായി. ഇനി മറ്റൊരാൾ എൻ്റെ പത്നിയാകാം. അല്ലെങ്കിൽ ഒരു മാല കഴുത്തിൽ ചാർത്തിയപ്പോഴത്തേക്ക് പത്നിയായി. അല്ല, സ്നേഹബന്ധത്താലാണ് പത്നി എന്ന് പറഞ്ഞാൽ അത്രയോ അതിലധികമോ സ്നേഹം മറ്റൊരാളോടുണ്ടെങ്കിലും അത് പത്നിയാവുന്നില്ല. കാൽപ്പനികമായ പ്രപഞ്ചത്തിൽ ഇതൊക്കെ അനിവാര്യമാണ്. പതി പത്നി ബന്ധമൊക്കെ ആവശ്യമാണ്. കുടുംബം അനിവാര്യമാണ്, വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ അതെല്ലാം അനുവർത്തിച്ച് കഴിയുമ്പോഴും ഇതല്ല പരമാർത്ഥം എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. കാത്തേ കാന്ത, വിചാരത്തിന് വേണ്ടി,
ചോദിക്കുകയാണ്. കസ്തേ പുത്രഃ, നിൻ്റെ പുത്രൻ ആരാണ്? പുത്രൻ എന്നുള്ളത് പുത്രൻ പുത്രി രണ്ടർത്ഥത്തിൽ കൊടുക്കാം, ഏത് ലിംഗമോ ആകട്ടെ. നിൻ്റെ മകൻ അഥവാ മകൾ ആരാണ്? നിൻ്റെ മക്കൾ. മക്കളെ പരിപാലിക്കണം, പരിലാളിക്കണം, അവർക്ക് വളരാനുള്ള ജീവിത സാഹചര്യം നൽകണം, ഇതൊക്കെ വേണ്ടതാണ്. പക്ഷെ അതേ സമയത്ത് മക്കളെന്നുള്ള താതാത്മ്യം, മക്കളെന്നുള്ള കെട്ടുപാട്, അതിനാൽ ബന്ധിക്കപ്പെട്ടിട്ട് നീ ഇവിടെ കഴിയുമ്പോൾ എന്താണ് അതിൽ അർത്ഥമുള്ളത്? ഇവിടെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകളെന്നാണ് പറയുന്നത്. ആരാണ് നിൻ്റെ മകൻ അഥവാ മകൾ? അതൊരു താതാത്മ്യ സംഘമെന്നല്ലാതെ അതിൽ കവിഞ്ഞ് എന്ത് പറയാനൊക്കും? സൂക്ഷ്മമായി ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് പറയുന്നത്, അയം സംസാര അതീവ വിചിത്ര, ഈ സംസാരം അതീവ വിചിത്രമാണ് സഹോദര. കൽപ്പനകൾക്ക് മുകളിൽ കൽപ്പനകൾ കെട്ടിവെച്ച് ഉണ്ടാക്കിയ ഒന്നാണ് ഈ സംസാരം. സ്വബോധം ഇല്ലാത്തതുകൊണ്ടുള്ള കൽപ്പനകൾ. അതിനെക്കുറിച്ച് കൂടുതൽ വിചാരം ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. അവയെ നമുക്ക് അടുത്ത പ്രാവശ്യം ക്രമമായി ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. രാമായണവും മഹാഭാരതവും നമ്മൾ ഇതിഹാസങ്ങളായിട്ട് പറയുന്നു. ബാക്കി 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും നമുക്കുള്ളതായിട്ട് പറയുന്നു. അതിലാണ് കൂടുതലും നമ്മൾ പരിചയപ്പെട്ട പല കഥകളുള്ളത് പുരാണ കഥകളാണ്. ഇതിഹാസത്തിൽ വരുന്നത് 2 എണ്ണം മാത്രമേ ഉള്ളൂ, രാമായണവും മഹാഭാരതം. ഇന്നത്തെ കാലത്ത് നമ്മൾ ഭൂരിഭാഗം പേരും ഈ പുരാണങ്ങളെല്ലാം വായിച്ചിട്ടില്ല. 18 പുരാണം വായിച്ച് എത്ര പേരുണ്ട് ഈ ശ്രോതാക്കളുണ്ടെന്ന് എനിക്ക് സംശയമാണ്. ഞാൻ വായിച്ചിട്ടില്ല സത്യത്തിൽ. അപ്പോൾ ഈ പുരാണങ്ങളെ മാത്രമല്ല ഇന്നത്തെ തലമുറയ്ക്ക് അത് വായിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ കുറഞ്ഞ പക്ഷം നമ്മൾ രാമായണവും മഹാഭാരതമെങ്കിലും പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസങ്ങളെന്ന് പറയുമ്പോൾ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ചരിത്ര പുരുഷന്മാരെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ചരിത്ര പുരുഷന്മാരുടെ കഥ എങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്തിനു പറഞ്ഞിരിക്കുന്നു വെച്ചാൽ അതൊരു ചരിത്രം മാത്രമല്ല. ചരിത്ര പുരുഷന്മാർ ധാരാളം പേരുണ്ട്. അവർക്ക് പലരും നമുക്ക് ആദർശ പുരുഷന്മാരായിട്ട് കാണാൻ പറ്റും, അവരെ അനുകരിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇതിഹാസം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തത്വശാസ്ത്രം കൂടി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജീവിത മൂല്യങ്ങൾ എങ്ങനെയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. അപ്പോൾ ജീവിത മൂല്യങ്ങൾ നമുക്ക് പുസ്തകത്തിൽ പഠിക്കാനോ പറഞ്ഞു നടക്കുന്ന പ്രഭാഷണം നടത്താനോ ഉള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ളതാണ്. എങ്ങനെയാണ് ഇവരിത് അനുഷ്ഠിച്ച് കാണിച്ചത്? അപ്പോൾ അനുഷ്ഠിച്ച് കാണിച്ചത് കൊണ്ട് അതിൽ കൂടി നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇതാണ് നമ്മൾ ഇതിഹാസങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ടൊരു ചരിത്ര പഠനത്തിലുപരിയായിട്ട് നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ അത് രൂപപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഏത് മാർഗത്തിൽ പോയാലും എന്തായിരിക്കും അനന്തര ഫലം, അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് ഇതിഹാസങ്ങൾ പഠിക്കുന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ രാമനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ധർമ്മവിഗ്രഹമായിട്ട് പറയുന്നത്. പക്ഷേ പൂർണ്ണാവതാരമായിട്ട് നമ്മൾ കൃഷ്ണനെ പറയുകയും ചെയ്യും. അപ്പോൾ പൂർണ്ണാവതാരമായിട്ടുള്ള കൃഷ്ണനെ എന്തുകൊണ്ടൊന്നും ധർമ്മവിഗ്രഹമായിട്ട് പറയുന്നില്ല? അതല്ലേ പറയേണ്ടത്. വാസ്തവത്തിൽ ഭഗവാന്റെ പൂർണ്ണാവതാരമല്ലേ നമ്മൾ മാതൃകയായിട്ട് എടുക്കേണ്ടത്. അവിടെ അതങ്ങനെ പറയാതിരിക്കാൻ കാരണം രാമൻ ആ ധർമ്മം നിറവേറ്റിയത് ഒരു ആത്മജ്ഞാനി എന്നുള്ള നിലയ്ക്ക് ഒരു ആത്മജ്ഞാനിയായ മനുഷ്യൻ എങ്ങനെ ലോകത്ത് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് രാമനത് തൻ്റെ ധർമ്മം നിറവേറ്റുന്നത്. അതേസമയം ശ്രീകൃഷ്ണനാകട്ടെ ഒരു അവതാര പുരുഷൻ എങ്ങനെ ലോകത്തിൽ തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു, തൻ്റെ ലീല എങ്ങനെ ആടുന്നു. ശ്രീകൃഷ്ണൻ ചെയ്ത ഒരു പ്രവൃത്തിയും നമുക്ക് അനുകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അതേസമയം രാമനെ നമുക്ക് അനുകരിക്കാൻ സാധിക്കും, രാമനെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കും. രാമനെ മാതൃകയാക്കുമ്പോൾ രാമൻ്റെ പ്രവൃത്തികൾ എന്തുകൊണ്ട് രാമൻ അത് ചെയ്തു എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പെട്ടെന്നൊരു വായനയെക്കൂടി നമുക്കത് ചിലപ്പം കിട്ടാൻ പ്രയാസം തോന്നും. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ രാമൻ്റെയും കൃഷ്ണൻ്റെയും പിതൃധർമ്മം എടുത്തു നോക്കുക. രണ്ടുപേരും ഗൃഹസ്ഥരായിരുന്നു, രണ്ടുപേർക്കും ഭാര്യയിലും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും നോക്കുകയാണെങ്കിൽ രാമൻ എന്താ ചെയ്തത്? ഗർഭിണിയായ തൻ്റെ ഭാര്യയെ കാട്ടിൽ കൊണ്ടുവിടുകയാണ്. അപ്പോൾ ആ കാട്ടിലെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ട് വിട്ടേ പിന്നെ രാമൻ ഒരിക്കൽ പോലും സീത അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നിട്ടേയില്ല. അപ്പോൾ നാട്ടുകാരും സീതയെക്കുറിച്ച് അപവാദം പറഞ്ഞു. അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സീത എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞു. നല്ല വ്യക്തിയില്ല, ഇന്ന് രാമൻ ഒറ്റയ്ക്കാണ് രാജ്യം ഭരിക്കുന്നത്.
ഇങ്ങനെ സീത അപവാദത്തിന് വിധേയമായി വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് ലോകപ്രസിദ്ധമായി കഴിഞ്ഞു. പിന്നീട് രാമൻ തൻ്റെ മക്കളെ കണ്ടുമുട്ടുന്നത് അവിടെ അശ്വമേധയാഗം നടക്കുമ്പോൾ നാട്ടിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ വന്ന് കൂടുന്നുണ്ട്. ആ കൂട്ടത്തിൽ 2 കുമാരന്മാർ തൻ്റെ തന്നെ കഥ പാടിക്കൊണ്ട്, സീതാരാമന്മാരുടെ കഥ പാടിക്കൊണ്ട്, രാമായണ ചരിത്രം പാടിക്കൊണ്ട് അവിടെ വേദി വരികയാണ്, രാജസദസ്സിൽ വരികയാണ്. അവിടെ ആ കുമാരന്മാരെയാണ് വാൽമീകി മഹർഷിയുടെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. രാമനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങയുടെ പുത്രന്മാരായിട്ട്. അവിടെ രാമൻ അവരെ സ്വീകരിക്കുന്നു, പുത്രന്മാരായിട്ട് സ്വീകരിക്കുന്നു. ആ പുത്രന്മാരെ അവിടെ പാടുന്നത് രാമൻ്റെയും സീതയുടെയും യശോഗാനമാണ്. അപ്പം അങ്ങനെ ആണ്. അപ്പോൾ ആ പാടുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തായിരുന്നു? അന്ന് വരെ പതിതയായിട്ട് കണക്കാക്കപ്പെട്ട് ജനങ്ങളെല്ലാം മറന്നു കഴിഞ്ഞിരുന്ന സീതയെ രാമനേക്കാളും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പതിവ്രത രത്നമായിട്ട്, സീതാദേവിയായിട്ട്, ആരാധ്യയായിട്ട് ചിത്രീകരിക്കാൻ രാമായണത്തിൽ കൂടി വാൽമീകി ചെയ്തിരിക്കുന്ന സീതയുടെ ത്യാഗം, സീതയ്ക്ക് വേണ്ടി രാമൻ അനുഷ്ഠിച്ച ത്യാഗം, രാമനും സീതയും തമ്മിലുള്ള പ്രേമത്തിൻ്റെ ആഴം, ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് ഈ രാമായണ കഥ കേൾക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അവരെന്താ അറിയുന്നത്, ഇവിടുന്ന് രാമൻ കാട്ടിപ്പോയി, പിന്നെ തിരിച്ച് വന്നു, രാവണനെ കൊന്നിട്ട് തിരിച്ചു വന്നു. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ആർക്കറിയാം? രാമൻ സ്വന്തം കഥയൊന്നും നാട്ടിൽ വിളിച്ചു പറയുന്നില്ലല്ലോ, അവിടെ ആത്മകഥയൊന്നും എഴുതുന്നില്ലല്ലോ രാമൻ. ഈ കഥകൾ മുഴുവൻ വാൽമീകി രചിച്ച് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ ലവകുശന്മാരും പഠിച്ചു. അവർ നാട് നീളെ ഇത് പാടി നടന്നു. അപ്പോഴാണ് ജനങ്ങൾക്ക് സീതയുടെയും രാമൻ്റെയും മഹത്വം തിരിച്ചറിയാൻ സാധിച്ചത്, ആ രാമൻ്റെ ഈശ്വരീയത തിരിച്ചറിയാൻ സാധിച്ചത്, രാമന്മാരുടെ പ്രേമത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ സാധിച്ചത്. ആ തിരിച്ചറിവാണ് തങ്ങളുടെ സീതയെ വിധിച്ചത് തെറ്റായിപ്പോയി, ആ സീതയെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ജനങ്ങളുടെ ആഗ്രഹമായിട്ട് തന്നെ രാമൻ്റെ മുമ്പിൽ വന്നു ചേരുന്നു. ജനങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ ഇഷ്ടം, അവരുടെ ധർമ്മം നിലനിർത്തണമെങ്കിൽ ആ സമയം താമസിച്ചൊരു സ്ത്രീയെ രാജാവ് പത്നിയായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ജനങ്ങളുടെ ധർമ്മനിഷ്ഠയ്ക്ക് ഭംഗം വരുത്താൻ ഇടയുണ്ട് എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായമായതുകൊണ്ട് രാമൻ അതിനെ സ്വീകരിച്ചു. അപ്പോൾ അതേ ജനങ്ങൾ തന്നെ പറയുന്നു സീതയെ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്നു. രാമൻ തന്നെ തയ്യാറായി. പക്ഷേ വീണ്ടും ആ നാടകം നടത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണ് അത് ഉദ്ദേശിച്ചത്? അവിടെ രാമൻ ചെയ്തത് തൻ്റെ പുത്രന്മാർ സാധാരണ ജനങ്ങളുടെ കൂടെ, വനവാസികളോടൊപ്പം, നാട്ടുകാരുടെ ഒപ്പം ആശ്രമത്തിൽ താമസിച്ച് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായിട്ട് അവരിൽ ഒരാളായിട്ട് വളർന്നു. പക്ഷേ ഒപ്പം തന്നെ ഒരു രാജകുമാരന് വേണ്ട എല്ലാ ശിക്ഷകളും വാൽമീകി രാജകുമാരന്മാർക്ക് നൽകി. അങ്ങനൊരു വ്യക്തിയാണ് ശരിക്കും രാജ്യം ഭരിക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി. പക്ഷെ അതേസമയം കൃഷ്ണനാകട്ടെ, കൃഷ്ണൻ്റെ മക്കൾക്ക് രാജകൊട്ടാരത്തിലാണ് അവർ വളർന്നത്. ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായില്ല. അനിരുദ്ധന് വേണ്ടി കൃഷ്ണൻ യുദ്ധം ചെയ്യാനൊക്കെ തയ്യാറായി, ബാണനെ പരാജയപ്പെടുത്താനൊക്കെ തയ്യാറായി. അപ്പോൾ മക്കളുടെ എല്ലാ ഇഷ്ടങ്ങളും കൃഷ്ണൻ സാധിച്ചു കൊടുത്തു, എല്ലാ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അതൊക്കെ ആയിരുന്നിട്ട് പോലും ആ കൃഷ്ണന് കൊടുക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ കൃഷ്ണൻ അവർ വളർത്തിയെടുക്കാൻ സാധിക്കാത്തത് ആ ത്യാഗം ശീലം, അത് ജനങ്ങളുടെ ദുഃഖം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഋഷിമാരെ അവർ വെറും പ്രാകൃതന്മാരായിട്ട് കണ്ട് കളിയാക്കി. അപ്പോൾ ആ ഒരു അഹങ്കാരം അവർ വളർന്നു വന്നു. ഈ അഹങ്കാരം നീക്കം ചെയ്യാൻ കൃഷ്ണനൊന്നും പിതാവെന്നുള്ളതൊക്കെ അദ്ദേഹം ശ്രമിച്ചില്ല. അപ്പോൾ അവിടെ കൃഷ്ണനെ സംബന്ധിച്ചോളം അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു, അങ്ങനെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ച് കിട്ടിയത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം ഒരിക്കലും പൂർണ്ണമായി തീരില്ല. ഇത് കൃഷ്ണൻ്റെ മക്കളാണെങ്കിലും ശരി, തമ്മിത്തല്ലിൽ തന്നെ ചാവേണ്ടി വരും. മദ്യത്തിനൊക്കെ അടിമകളായി അവർ തമ്മിത്തല്ല് നശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിതൃധർമ്മം പാലിച്ചോ എന്ന് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൃഷ്ണന് അത് സാധിച്ചു. കൃഷ്ണൻ പൂർണ്ണമായിട്ടും അവരെ സംരക്ഷിച്ചു, അവരുടെ എല്ലാ കാര്യങ്ങളും നേടിക്കൊടുത്തു. പക്ഷേ അതേസമയം ആ ത്യാഗത്തിൻ്റെ മാർഗത്തിൽ പോകാനുള്ളൊരു അവസരം അവർക്ക് സൃഷ്ടിക്കപ്പെട്ടില്ല. അത് രാമൻ ആണ് തൻ്റെ മക്കൾക്ക് സൃഷ്ടിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ മക്കളെ എല്ലാ സുഖത്തിലും വളർത്തുകയല്ല വേണ്ടത്, അവർക്ക് ലോകം എന്താണ്, ജീവിതം എന്താണെന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ശരിയായിട്ടുള്ള പിതൃധർമ്മമെന്ന് രാമൻ നമ്മളെ പഠിപ്പിക്കും. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഒരു കോടി തിരുനാമം ഉരിയാടി വന്നു ഞാൻ, അയ്യനെ ആറുമുഖനേ, പന്തിരു കയ്യനെ ഈശ
ഈശൻ മകനേ. നീലമയിലേറി വിളയാടി ഉലകങ്ങൾ കൂരാടി കേരളം വാഴുമയ്യ. ഭക്തർ നിൻ താവളം തേടുമയ്യ. ഒരു കോടി തിരുനാമം ഉരിയാടി വന്നു ഞാൻ അയ്യനെ ആറുമുഖനെ. പന്തിരു കയ്യനെ ഈശൻ മകനേ. ഭജനകൾ ചിന്തുകൾ സ്തോത്രം സങ്കീർത്തനം ചുണ്ടാടുമ്പോൾ വരുക മനം കൊണ്ട് ആടും വേൽ മുരുക. ജ്ഞാനപ്പഴം തന്നിൽ ആശയാൽ ഉലകളന്നോനല്ലേ ഉമ പെറ്റ ഹരസുതനേ. സർവ സുഖങ്ങളും തരൂ ഗുഹനേ. നീലമയിൽ പുറം ഏറിവ വേലനെ അമ്മയ്ക്കും അച്ഛനും അരുമയാം ബാലനെ. നീലമയിൽ പുറം ഏറിവ വേലനെ അമ്മയ്ക്കും അച്ഛനും അരുമയാം ബാലനെ. ആധാരമേ നിന്റെ പാതാരവിന്ദമേ. ആധാരമേ നിന്റെ പാതാരവിന്ദമേ. നാഥ തുണയ്ക്കേണേ നീയാണൊരാശ്രയം. നീലമയിൽ പുറം ഏറിവ വേലനെ. താരക ബ്രഹ്മമേ താരകാരേ ജഗത് സാരമേ ശരവണ പൊയ്കയിൽ ജാതനേ. താരക ബ്രഹ്മമേ താരകാരേ ജഗത് സാരമേ ശരവണ പൊയ്കയിൽ ജാതനേ. കാർത്തിക കന്യകൾ പോറ്റിയ കുമരനെ മനസ്സിലെ മയിൽ പുറത്തിരുന്നു നീ പറന്നു.